എന്റെ രാവണൻ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. രവീന്ദ്രൻ ഓടി വന്ന് വരുണിയുടെ ഇരുകവളിലും മാറി മാറി അടിച്ചു. വീട്രാ, എന്റെ കുഞ്ഞിനെ വിട്. രവീന്ദ്രൻ മുത്തശ്ശി ആഞ്ഞുതലി നിലത്തേക്ക് തള്ളിയിട്ടു. ഒച്ചയും ബഹളവും കേട്ട് ശങ്കരനും രാധികയെ ഓടി വന്നു. രവി, എന്താടാ? ഈ രണ്ട് നാശൂലങ്ങളും ഇത്രയും ദിവസം നമ്മളെ പൊട്ടന്മാരാക്കിയതാ. ഇവൾക്കറിയാം ആ ദുർഗ എവിടെ ഉണ്ടെന്ന്. രവി പറയുന്ന കേട്ട് ശങ്കരനും രാധികയും പകപ്പോടെ നോക്കി. രാധിക വരുണിയെ പിടിച്ച് മുന്നിലേക്ക് നിർത്തി. പറയടി, ഇവൻ പറഞ്ഞാൽ സത്യാണോ? പറയാൻ. വരുണി ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു. രാധിക അവിടെ ഇരുകവളിലും മാറി മാറി അടിച്ചു. നിലത്തേക്ക് വീഴാൻ നിന്ന വരുണിയെ ശങ്കരൻ താങ്ങി നിർത്തി. പറയടി, അവളെവിടെയാടി? പറയാൻ. വലിഞ്ഞു മുറിയ മുഖത്തോടെ ചോദിക്കുന്നതിൻ്റെ കൂടെ വരുണിയുടെ കവിളിലേക്ക് അയാൾ ആഞ്ഞടിച്ചു. തന്റെ കവിൾ അടർന്നു പോകും പോലെ തോന്നിയവൾക്ക് ശങ്കരന്റെ വിരലിലൂടെ അവളുടെ കവിളിലെ രക്തം ഒലിച്ചിറങ്ങി. ഓളെ! മുത്തശ്ശി വാവിട്ട് കരഞ്ഞു. എത്രയൊക്കെ അടി കിട്ടിയിട്ടും അവളൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും രവീന്ദ്രൻ അവൾക്ക് നേരെ ഒരു ഭ്രാന്തനെ പോലെ അറിയിച്ചെന്നു. വേണ്ട, നിർത്ത്. ശങ്കരന്റെ ശബ്ദം കേട്ട് രവി അയാളെ ദേഷ്യത്തോട് നോക്കി. അവള് പറയും, അതിനുള്ള വഴി എനിക്കറിയാം. പറഞ്ഞുകൊണ്ട് അവളെയും മുത്തശ്ശിയെയും നോക്കി. അവളെവിടെയാണെന്ന് പറയുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷേ നിന്റെ ഈ മുത്തശ്ശിയെ വിവസ്ത്രയാക്കി ഗേറ്റിന്റെ മുമ്പിൽ നീ തുറന്നു പറയും വരെ നിർത്തും ഞാൻ. ശങ്കരന്റെ വാക്കുകൾ വരുണിയാകെ ഉലച്ചു കളഞ്ഞു. ശങ്കരൻ അവളെ നോക്കിക്കൊണ്ട് മുത്തശ്ശിയുടെ സാരിത്തുമ്പിൽ പിടുത്തമിട്ടത്. വേണ്ട, ഞാൻ പറയാം. വാവിട്ട് കരഞ്ഞ് മുത്തശ്ശിയെ നോക്കി അവൾ. നേരം പുലർന്നിട്ടും ദുർഗയ്ക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നില്ല. എന്തിനാവും വിളിച്ചു, പിന്നീട് വിളിച്ചിട്ടും കിട്ടുന്നില്ല. ചിന്തയിൽ മുഴുകി നടന്ന ദുർഗ പെട്ടെന്ന് ആരെയോ ചെന്നിടിച്ചു. നീ ഇതാരെ സ്വപ്നം കണ്ടടക്കുവാടാ? ധ്രുവന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ടവളൊന്നും പതറി. സോറി സർ, ഞാൻ അറിയാതെ. അതിനാ ചോദിച്ചത്, ആരെ നോക്കി നടക്കുവാണെന്ന്. അവൾ തലതാഴ്ത്തി നിന്നു. അവനെ നോക്കി പറഞ്ഞ് ധ്രുവ മുന്നോട്ട് നടന്നു. എന്തോർത്ത പോലെ തിരിഞ്ഞു. രാവണ, എനിക്കൊരു കപ്പ് ചായ എടുത്തോണ്ട് വാ. അത്രയും പറഞ്ഞ അവൻ മുന്നോട്ട് നടന്നു. എന്റെ കുഞ്ഞികൃഷ്ണ, വല്ലാത്തൊരു വെട്ടുപോ തന്നെയാണല്ലോ. ഒരു ചിരിയോടെ താഴേക്ക് ചെന്ന് ചായ ഒരു കപ്പിലാക്കി നടന്നു. ഇതേ സമയം തറവാടിന്റെ മുറ്റത്ത് ഒരു കറുത്ത താറ് വന്ന് നിന്നു. രവീന്ദ്രൻ തന്റെ വലതുകാൽ ആ മുറ്റത്ത് ചവിട്ടി ആ തറവാട് മുഴുവനൊന്ന് കണ്ണോടിച്ചു. ഒരു നിമിഷം ചുറ്റുമൊന്ന് നോക്കിയ ശേഷം വന്യതയോട് അവന്റെ കണ്ണുകൾ തിളങ്ങി. ഗാംഭീര്യത്തോടെയുള്ള രവീന്ദ്രന്റെ വിളിയിൽ ആ തറവാട് മുഴുവനൊന്ന് പ്രകമ്പനം കൊണ്ടു. രവീന്ദ്രന്റെ ശബ്ദം തന്റെ കാതുകളിൽ തുളഞ്ഞു കയറിയതും ദുർഗയുടെ കയ്യിലെ ചായക്കപ്പ് നിലത്തേക്ക് ഉതിർന്നു വീണു. ഹാളിരുന്ന സേതുവും സ്വാസികയും ദേവും മാളുവും എന്നടങ്കം രാവണനെയും പുറത്തേക്കും മാറി മാറി നോക്കി. ദുർഗ ഞെട്ടലോടെ പുറത്തേക്ക് തന്നെ മിഴികൾ പായിച്ചു. അവളുടെ കുഞ്ഞു ശരീരം ആലില പോലെ വിറക്കാൻ തുടങ്ങി. രവീന്ദ്രൻ ദുർഗയെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കി. ആരും പുറത്തേക്ക് വരുന്നില്ലെന്ന് കണ്ടതും മുന്നോട്ട് നടന്ന ആദ്യ പടിയിലേക്ക് ചുവടുവെച്ചു. ഇതേ സമയം സേതുലക്ഷ്മിയും ജിതേന്ദ്രനും സ്വാസികയും സുഭദ്രയും മാളുവും ദേവും ഗോപും മുത്തശ്ശിയും മുത്തശ്ശനും എല്ലാവരും പുറത്തേക്ക് വന്നു. ആരാ? മനസ്സിലായില്ല. എവിടുന്നാ വരുന്നേ? സംശയത്തോടെ മുത്തശ്ശൻ ചോദിച്ചു രവിയോട്. അത് എന്നറിയാൻ വഴിയില്ല, കാരണം അവർക്ക് ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരുവാ. കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ തേടി നടക്കുന്ന ഒന്ന് ഈ തറവാട്ടിലുണ്ട്. ഞാൻ അവളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോവാമെന്നാ. രവീന്ദ്രൻ പറയുന്ന കേട്ട് മുത്തശ്ശനും സംശയത്തോടെ മുഖത്തോട് മുഖം നോക്കി. മോന് വീട് മാറിയതാവും മോനെ. ഇവിടെ ഞങ്ങളും ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളും മാത്രമേ ഉള്ളൂ. പുറമേ നിന്ന് ആരും ഇവിടെ താമസിക്കുന്നില്ല. അതൊരു പെൺകുട്ടി. എല്ലാം കേട്ട് നിൽക്കുന്ന സേതുലക്ഷ്മി പതിയകത്തേക്ക് നോക്കി. ആരില പോലെ ഉറച്ചു നിൽക്കുന്ന രാവണനെ കണ്ടു. എന്റെ ദൈവമേ, ഇവൻ ഇവളെ തേടി വന്നാണോ? എന്റെ മോനൊന്ന് തൊട്ടുമുട്ടി വരുന്നേയുള്ളൂ. അപ്പോഴേക്കും ഇല്ല, അങ്ങനെ ഇവളെ വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. മനസ്സിലോർത്തോടെ രവീന്ദ്രനെ നോക്കി ചെയ്തു. രാജെടുക്ക, വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയാൻ ഇറങ്ങിപ്പോടാ. അമ്മേ, ഇതുപോലെ പലരും വീട്ടിൽ വരും. അവരുടെയൊക്കെ ഉദ്ദേശം വല്ല മോട്ടിക്കാനും മറ്റും ആവും. രവീന്ദ്രൻ സേതുലക്ഷ്മി നോക്കി അട്ടഹസിച്ച് ചിരിച്ചു. അവന്റെ ചിരിയിൽ എല്ലാവരും ഒരു പതറിലോട് അവനെ തന്നെ ഉറ്റുനോക്കി. അവന്റെ ശരീരവും ആർക്കും പേടി തോന്നുന്ന മുഖത്തെ ഭാവം കണ്ട് ദേവും ആളും അറിയാതെ പുറകോട്ട് മാറി നിന്നു. അവരുടെ ഉള്ളിലും തങ്ങളുടെ ദുർഗ ചേച്ചി ഓർത്ത് വല്ലാത്ത പേടി തോന്നി. നിരഞ്ജേട്ടനും അമ്മയും മഹാലക്ഷ്മി അമ്മയും ആരും ഇവിടെ ഇല്ല എന്നതും അവരിൽ ഭയം നിറച്ചു. അവൾ എൻ്റെ ദുർഗ, അവളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നു. ഞാൻ പോകുന്നുണ്ടെങ്കിൽ അവളെയും കൊണ്ട് മാത്രമേ ഇവിടെ തിരിച്ചു പോകും. പറയുന്ന ഈ രവീന്ദ്രനാ. നീ ആരാണെങ്കിലും എനിക്കെന്താ? ചെറുക്ക, വീട്ടിൽ വന്ന് അനാവശ്യം പറയാൻ ഇറങ്ങിപ്പോടാ. ഈ വീട്ടിലെ പെൺകുട്ടികളാ ഈ നിൽക്കുന്നത്. ഇവരാരും നീ പറയുന്ന ദുർഗയും മറ്റും അല്ല. അതെ മോന് വീട് മാറിപ്പോയതാവും. രവീന്ദ്രൻ എല്ലാവരെയും നോക്കി ഒരു പൂച്ചച്ചിരിയോടെ മുന്നോട്ട് നടന്ന് അകത്തേക്ക് നോക്കി.
അകത്ത് നിൽക്കുന്ന രാവണനെ കണ്ടതും അവന്റെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. വീണ്ടും അവന് നേരെ അവനെ അട്ടഹസിച്ച് പൊട്ടിച്ചിരിച്ച് നടന്നെടുത്തു. ദുർഗയ്ക്ക് തന്റെ തൊണ്ട പറ്റുപോലെ തോന്നി. ഈ രവിയുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാന്ന് കരുതിയോ നീ? നിനക്ക് അറിയുന്നല്ലേടി എന്നെ. ഏത് ഭൂഗോളത്തിൽ പോയി ഒളിച്ചാലും ഞാൻ സ്വന്തമാക്കാൻ കരുതിയത് എന്തും ഞാൻ സ്വന്തമാക്കിയിരിക്കും ദുർഗ. രവീന്ദ്രൻ പറയുന്നതായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും മനസ്സിലാതെ അവനെ തന്നെ ഉറ്റുനോക്കി. മോൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇത് എൻ്റെ കൊച്ചുമക്കളുടെ കൂടെ ഇവിടെ വന്നവനാ രാവണൻ. മോനെ ഇവനെ കണ്ടിട്ട് എന്തൊക്കെയാ ഈ പറയുന്നേ? മുത്തശ്ശി പറയുന്നതായിട്ട് രവീന്ദ്രൻ രാവണനെ അടിമുടി നോക്കി. ആ ശരിയാ, രാവണൻ തന്നെയാ. പക്ഷേ എനിക്ക് വേണ്ടത് ഇതിനുള്ളിൽ ഒളിഞ്ഞിടക്കുന്ന എൻ്റെ ദുർഗയെ മാത്രമാ. ദേവും ഗോപും ആളും എന്ത് ചെയ്യണമെന്നറിയാതെ സുഭദ്രയുടെ കയ്യിൽ പിടിമുറുക്കി. കൊള്ളാം ദുർഗ, നിന്റെ ഈ വേഷം വളരെ നന്നായിട്ടുണ്ട്. ഈ വേഷവും നിന്നെ ഒരുപാട് സുന്ദരിയാക്കുന്നുണ്ട് ദുർഗ. അപ്പൊ നമുക്കങ്ങ് പോയാലോ? നിന്റെ അപ്പച്ചിയും നിന്റെ മുത്തശ്ശിയെല്ലാം നിന്നവിടെ കാത്തിരിക്കുക. തനിക്കെന്താണോ ഭ്രാന്താണോ? തന്നോടല്ലേ പറഞ്ഞ് ഈ ദുർഗയല്ല രാവണൻ. സേതു അരിശത്തോടെ പറഞ്ഞു. തന്നെ നേർക്ക് വിരൽ ചൂണ്ടുന്ന സേതുവിനെ കണ്ട് രവീന്ദ്രന്റെ മുഖം ദേഷ്യത്തോടെ വലിഞ്ഞു മുറുകി. ഒരു നിമിഷം എല്ലാവരും ഇടിവെട്ടേറ്റ പോലെ നിന്നു. നിലത്ത് വീണ് കവിളിൽ പൊത്തിപ്പിടിച്ചു രാവണൻ. തന്റെ കവിൾ പറഞ്ഞു പോകും പോലെ തോന്നിയവൾക്ക്. പറയടി, നീ രാവണനോ അതോ ദുർഗയോ? ഇത്രയും ദിവസങ്ങൾ നിനക്ക് വേണ്ടി ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു നടന്ന ഞാൻ ഇനി എന്റെ കൈകളിൽ കിടന്ന് നീ അനുഭവിക്കാൻ പോകുന്ന എന്താണെന്ന് കാണിച്ചിടാടി നിനക്ക്. ഇങ്ങോട്ട് വാടി. രവീന്ദ്രൻ രാവണന്റെ മുടിയിൽ പിടിച്ചു വലിച്ചു. പെട്ടെന്ന് തന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ട് അവനൊന്ന് അടിമുടി നോക്കി. ഉശിരൊത്ത ശരീരവും നീണ്ട മുടി പുറകിലേക്ക് കെട്ടിവെച്ചിട്ടുമുണ്ട്. ബ്ലാക്ക് പാൻറ്റും ബ്ലേസറും വൈറ്റ് ഷർട്ടും ഇട്ട തന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെ നോക്കി പുച്ഛിച്ച് മുന്നോട്ട് രാവണനെ പിടിച്ചു വലിച്ച് നടന്നു. ഒരു നിമിഷം മുന്നോട്ട് ചലിക്കാൻ കഴിയാതെ നിന്നുപോയി രവീന്ദ്രൻ. ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കിയതും രാവണന്റെ കൈകൾ ഇറുകെ പിടിച്ച് നിൽക്കുന്ന ധ്രുവനെ തന്നെ ഉറ്റുനോക്കി രവീന്ദ്രനെയും ധ്രുവനെയും മാറി മാറിയും നോക്കി. ശേഷം സേതുലക്ഷ്മി ധ്രുവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. മോനെ ധ്രുവ, നീ കണ്ടോ വീട്ടിൽ കയറി വന്ന് ഈ ഭ്രാന്തൻ കാണിക്കുന്നത്? തന്നെ ഒരു ഭ്രാന്തനെന്ന് വിളിച്ച സേതുവിനെ അമർഷത്തോടെ നോക്കി രവീന്ദ്രൻ. അലറിക്കൊണ്ട് അവൻ സേതുവിന്റെ കഴുത്തിൽ പിടിച്ച് പുറകോട്ട് തള്ളി. അയ്യോ അമ്മേ, അയ്യോ അമ്മേ! സ്വാസികയും ജിതേന്ദ്രനും ഒരുപോലെ വിളിച്ചു. ജിതേന്ദ്ര, നിന്റെ തള്ളയെ തള്ളി വീഴ്ത്തിട്ട് നോക്കിക്കുന്നോ? സേതുവിന്റെ അലർച്ചയിൽ സ്വഭാവത്തിലേക്ക് വന്ന ജിതേന്ദ്രൻ രവീന്ദ്രനെ ദേഷ്യത്തോടെ നോക്കി. എന്നലറിക്കൊണ്ട് രവീന്ദ്രനെ നെഞ്ചിലേക്ക് ആഞ്ഞി ചവിട്ടി. പുറകിലേക്കൊന്ന് വേച്ചു പോയെങ്കിലും രവീന്ദ്രൻ ബാലൻസ് ചെയ്ത് നിന്നു. ഒരു വഷളം ചിരിയോടെ ജിതേന്ദ്രൻ നേരെ അവൻ പാഞ്ഞെടുത്തു. അവനെ തൂക്കിയെടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. അയ്യോ മോനെ! മുന്നിലെ കാഴ്ചയിൽ സേതുലക്ഷ്മി അലറി വിളിച്ചു. ജിതേന്ദ്രൻ മുറ്റത്തുനിന്ന് പതിയെ എഴുന്നേറ്റു. തന്റെ മുന്നിൽ വലിഞ്ഞു മുറുകി നിൽക്കുന്ന രവീന്ദ്രനെ കണ്ട് അറിയാതെ രണ്ടടി പുറകോട്ട് നിന്നു. ജിതേന്ദ്രന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ച് അവനെ പുറകോട്ട് തള്ളി മാറ്റി രവി. അവൻ നിലമതിച്ച് വീണതും വീണ്ടും തിരിഞ്ഞ് രാവണനെ തന്നെ ഉറ്റുനോക്കി. രാവണന്റെ മുമ്പിലായി വന്നു നിന്നവൻ ധ്രുവൻ പിടിച്ച് അവരുടെ കൈകളിലേക്ക് നോക്കി രവി. അവന് ദേഷ്യം ഉച്ചസ്ഥായിലെത്തിയതും ദുർഗയെ തീപ്പാറുന്ന നോട്ടമെറിഞ്ഞ് രവി. എന്നാൽ അവന്റെ ദൃഷ്ടിയെ മറച്ചുകൊണ്ട് മുന്നിലേക്കൊരാൾ കയറി നിന്നു. ധ്രുവൻ, ഇവനെ കൊണ്ടുവന്ന ഞങ്ങളാ. അപ്പൊ ഇവന്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് മാത്രമാണ്. സാറ് മാറിക്ക്. ഇവളെ കൊണ്ടുപോകാൻ ഞാൻ വന്നെങ്കിൽ ഇവളെ കൊണ്ടുപോയിരിക്കും. താനെന്താടോ പൊട്ടം കളിക്കാണോ? തന്നോടല്ലേ പറഞ്ഞ് ഇത് അവളല്ലെന്ന്? ദേഷ്യത്തോടെ ധ്രുവന്റെ മുഖത്തേക്ക് നോക്കി അലറിക്കൊണ്ട് രവീന്ദ്രൻ ദുർഗയുടെ മുടിക്കുത്തിൽ പിടിച്ച് വലിച്ച് നിലത്തേക്ക് എറിഞ്ഞു. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ ദുർഗ നിലത്ത് കൈകൾ കുത്തി വീണു. പതിയെ തലയുയർത്തി മുന്നോട്ട് നോക്കിയ ദുർഗ രവീന്ദ്രന്റെ കൈകളിൽ തന്റെ വികരിക്കുന്ന കണ്ട് ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ നിന്നു. തനിക്ക് മുന്നിൽ കണ്ട കാഴ്ചയുടെ നടുക്കത്തിൽ തന്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ കഴിയാതെ രവീന്ദ്രനെയും അവന്റെ കൈകൾ തൂക്കി പിടിച്ചിരിക്കുന്ന വിഗിലേക്കും ചലിക്കാതെ നോക്കി നിന്നുപോയി ധ്രുവൻ. മുത്തശ്ശിക്കും മുത്തശ്ശനും പോലും മുന്നിലെ കാഴ്ചയിൽ വിശ്വാസമായില്ല. ദേവും ആളും ഗോപും കൂടെ ദുർഗയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ചേച്ചി! നിലത്തുനിന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നിറമിഴികളോട് അവൾ നോക്കി 3 പേരും. ദുർഗപതയെ മുന്നോട്ട് നോക്കി. രവിയുടെ കയ്യിലെ വിഗിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ച് നിൽക്കുന്ന ധ്രുവനെ ഒരു മാത്രയിൽ മാത്രമേ അവൾക്ക് നോക്കാൻ കഴിഞ്ഞുള്ളൂ. അവന്റെ മുഖത്തെ ഭാവം കണ്ട എല്ലാവർക്കും ഒരു നിമിഷം ഭയം തോന്നിപ്പോയി. തനി രാവണനായി മാറിയിരുന്നവൻ രക്തവർണ്ണമായ തന്റെ ഇരു കണ്ണുകളും ഒന്ന് ഇറുക്കിയടച്ച് വലിച്ചു തുറന്നു ധ്രുവൻ ഓരോ ചുവടുകൾ അവൾക്കടുത്തേക്ക് നടന്നു. തന്റെ തൊട്ട് മുമ്പിലായി നിൽക്കുന്ന ധ്രുവന്റെ മുഖത്തേക്ക് പതിയെ കണ്ണുകൾ തുറന്ന് നോക്കിയത് ധ്രുവനിൽ നിന്നും കിട്ടിയ അടിയിൽ ദുർഗക്ക് തന്റെ കവിൾ പറഞ്ഞു പോകുമ്പോൾ തോന്നി. അയ്യോ ഏട്ടാ, വേണ്ട വേണ്ട ഏട്ടാ, ചേച്ചി ഒരു പാവ. ഗോപുവും ദേവും ആളും കൂടെ ധ്രുവന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഓനെ കണ്ണ! സുഭദ്രാവന്റെ അടുത്തേക്ക് വന്ന് വിളിച്ചു. വേണ്ട അപ്പച്ചി,
ആരും ഈ കള്ളിക്ക് വേണ്ടി ന്യായീകരിക്കാൻ വരണ്ട. കള്ളിയായി ഇവള്, പഠിച്ച കള്ളി. ധ്രുവന്റെ വാക്കുകൾ ദുർഗയുടെ കാതുകളിൽ തുളഞ്ഞു കയറി. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടെ അവൾ ധ്രുവന്റെ മുഖത്തേക്ക് നോക്കി. സുഭദ്രേ, എന്തൊക്കെയായി നടക്കണേ? അമ്മേ, അത് ഈ കുട്ടി. നിർത്ത്, വേണ്ട. ആരും ഇവളെ കുറിച്ച് ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. ഇവളെപ്പോലുള്ള കള്ളികൾ പലതിനും ഒരുമ്പെട്ട് ഇറങ്ങി വരും. മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു വാങ്ങി പറ്റിച്ച് ചതിക്കാനും മടിക്കില്ല. ദുർഗയുടെ കണ്ണുകൾ ചോർന്നൊലിച്ചു. അവന്റെ ഓരോ വാക്കുകളും അവൾ അത്രമേൽ ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് ശരിയാ സാറേ, അല്ലെങ്കിൽ എന്നെ മോഹിപ്പിച്ച് യുവാത്തലേന്ന് ഇവളെ ഒളിച്ചോടി പോവോ? രവീന്ദ്രൻ പറയുന്ന കേട്ട് ദുർഗയെ അർപ്പോടെ നോക്കി പൂച്ഛിച്ച് ധ്രുവൻ. അപ്പൊ സാർ, ഞാനിവളെയും കൊണ്ടുപോവാ, അതിന് തടസ്സമില്ലല്ലോ അല്ലേ? ധ്രുവൻ ദേഷ്യത്തോടെ അവളെ നോക്കി അവളുടെ കൈത്തണ്ടയിൽ പിടുത്തമിട്ടു. വലിച്ചു വിരിച്ച് രവീന്ദ്രന്റെ മുമ്പിലേക്ക് നിർത്തി. അയ്യോ ചേച്ചി, വേണ്ടേട്ടാ, ചേച്ചി വിടല്ലേ. 3 പേരും ധ്രുവന്റെ കൈകൾ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഓനെ കണ്ണ. എല്ലാവരും അകത്തേക്ക് പോ. കണ്ണ. സുഭദ്ര നിറമികളോട് വീണ്ടും വിളിച്ചു. അകത്തേക്ക് പോവാൻ. അതൊരലർച്ചയായിരുന്നു. ആ തറവാടിനെ പോലും പിടിച്ചു വിറപ്പിക്കുന്ന വിധം. രവീന്ദ്രൻ ഒരു വഷളച്ചിരിയോടെ ദുർഗയെ അടിമുടി നോക്കി. അവളുടെ കൈകളിൽ പിടിച്ചു വലിച്ചു. അപ്പോഴൊരു പ്രതീക്ഷ കണക്കെ അവൾ ധ്രുവന്റെ കൈകളിൽ പിടുത്തമിട്ടു. കൊച്ചുകുഞ്ഞിനെ പോലെ വിതുമ്പിക്കൊണ്ട് തന്നെ വിട്ടുകൊടുക്കില്ല എന്ന യാചനയോടെ അവൾ അവനെ നോക്കി. എന്നാൽ അവളുടെ കരച്ചിൽ ചീലുകളെ പോലും വകവെക്കാതെ അവളുടെ കൈകളെ തന്റെ കൈകളിൽ നിന്ന് കുടഞ്ഞു മാറ്റി ധ്രുവൻ. തിരിഞ്ഞാണെന്ന് തറവാട്ടിലേക്ക് കയറുന്ന ധ്രുവനെ കണ്ട് ദുർഗയുടെ മനസ്സ് കീറി മുറിക്കും പോലെ തോന്നി. ഒരു പ്രതിമ കണക്കെ നടന്നു നീങ്ങുന്ന ധ്രുവനെ തന്നെ നോക്കി നിന്നു അവൾ. ധ്രുവനെ മാത്രം അപ്പോഴും നോക്കിയുന്ന ദുർഗയുടെ കാഴ്ചകളെ മറച്ചുകൊണ്ട് രവീന്ദ്രൻ അവളുടെ മുമ്പിലേക്ക് ഒരു വഷളം ചിരിയോടെ കയറി നിന്നു. വാ ദുർഗ, നമുക്ക് പോവാം. എത്ര ദിവസമായിട്ട് ഞാൻ നിന്നെ അലഞ്ഞു തിരിഞ്ഞൊരു പട്ടിയെ പോലെ നടക്കുന്നു, അറിയോ നിനക്ക്? വാടി ഇങ്ങോട്ട്. പല്ലുരുമി പറയുന്നതിനോടൊപ്പം അവളെ പിടിച്ചു വലിച്ച് കാറിലേക്ക് കയറ്റി. തറവാടിന്റെ ഗേറ്റ് അടന്ന് രവീന്ദ്രന്റെ താറ് മറയുമ്പോൾ ദേവും ആടും ഗോപും സുഭദ്രയുടെ തോളിൽ ചാരി വിങ്ങിപ്പൊട്ടി കരഞ്ഞു. ദുർഗയ്ക്ക് തന്റെ ഹൃദയം ആരോ കുത്തി മുറിവേൽപ്പിക്കും പോലെ തോന്നി. താനൊരു കളിയാണെന്ന് ധ്രുവന്റെ വാക്കുകൾ ഓർക്കുന്തോറും വീണ്ടും വീണ്ടും അവിടെ മിഴികൾ നിറഞ്ഞു തൂവി. ധ്രുവാൻഷ് ദേഷ്യത്തോടെ വലിഞ്ഞു മുറിയ മുഖത്തോടെ തന്റെ മുറിയിലേക്ക് കയറി മേശപ്പുറത്തുണ്ടായിരുന്ന ഫ്ലവർ വൈസ് എടുത്ത് കണ്ണാടിയിലേക്ക് എറിഞ്ഞു. തന്നെ ദയനീയമായി നോക്കുന്ന ആ നിറഞ്ഞ മിഴികൾ മനസ്സിലേക്ക് വരുംതോറും അവൾ ചെയ്ത് മാത്രം അവന്റെ മനസ്സിലേക്ക് നിറഞ്ഞു വന്നു. അപ്പോഴും അവളോടുള്ള വെറുപ്പ് 10 മടങ്ങായി വർദ്ധിച്ചു. രവീന്ദ്രന്റെ താറ് ഗേറ്റ് കടന്നു വരുന്ന കണ്ടതും ശങ്കരനും രാധികയും വിജയശ്ശേരിയോടെ പുറത്തേക്ക് ഇറങ്ങി. താറിൽ നിന്നിറങ്ങിയ രവീന്ദ്രൻ ഇരുവരെയും നോക്കി വന്യമായി ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം പുറകിലേക്ക് ചെന്ന് ദുർഗയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കൈകളിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചഴിച്ചു അവൻ. ശേഷം രാധികയുടെ മുന്നിലേക്ക് തള്ളിയിട്ടു. രാധികയും ശങ്കരനും അവൾ അടിമുടിയും നോക്കി. പുരുഷവേഷവും ധരിച്ചു നിൽക്കുന്നവളെ കണ്ട് രാധിക ഒന്ന് മുഖം ചുളിച്ചു. പിന്നെ ദേഷ്യത്തോടെ കൈ ആഞ്ഞു വീശി. ദുർഗ നിർമ്മിണികളോടെ കവിൾ പൊത്തിപ്പിടിച്ചു. എടി, നീ എന്തേരുതി? എന്റെ മോൻ, അവൻ നിന്നെ ഒരിക്കലും കണ്ടുപിടിക്കില്ലെന്നോ? എന്റെ മോനെയും ഞങ്ങളിട്ട് നീ എത്ര തീതിരിച്ചു. എന്നിട്ട് അവിടെ ഒരു പൂങ്കണ്ണീര്. നിനക്ക് നരകെന്താണെന്ന് ഞാൻ കാണിച്ചിരാടി. വല്ലന്മാരുടെയും കൂടെ നടന്നെല്ലാം കഴിഞ്ഞ് ഇനി എന്റെ മോന്റെ തലയിൽ വല്ലവനെയും വിയർപ്പിക്കേണ്ട ഗതിയായി. പിഴച്ചവള്, ഇങ്ങോട്ട് വാടി. ഇനി ഇവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നവരെ അതുവരെ ഈ വീടിന്റെ മുറ്റം പോലും നീ കാണാൻ പാടില്ല. വാടി ഇവിടെ. രാധിക ദുർഗയെ പിടിച്ചു വലിച്ച മുറിയിലേക്ക് കൊണ്ടുപോയി. മോളെ. ദുർഗയെ വലിച്ചു കൊണ്ടുവരുന്ന മുത്തശ്ശി അവളുടെ അടുത്തേക്ക് ഓടി. ഇങ്ങോട്ട് വാടി, അവിടെ ഒരു മുത്തശ്ശി. എന്റെ മോളെ, നിക്ക് രാധികെ, എന്റെ മോളെ വിട്. ഇവിടെ എന്ത് തെറ്റാ നിന്നോട് നിന്റെ മോനോടും ചെയ്ത്? അമ്മ ഇതിൽ ഇടപെടണ്ട. എന്റെ മോനെ എന്ത് കുറവുണ്ടായിട്ടാ അവന് വേണ്ടെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഓടിപ്പോയതവള്. ഇനി എന്തായാലും രണ്ടും ഒരുമിച്ച് അങ്ങ് നടത്തും, അത്ര തന്നെ. അമ്മയ്ക്ക് മാറിക്കുന്നല്ലേ. ഒരിക്കൽ അവിടെ വേദന കൊണ്ട് പൊളഞ്ഞെടുക്കുന്ന ഓർമ്മയുണ്ടല്ലോ. രാധികയുടെ വാക്കുകൾ കേട്ട് സംശയത്തോടെ ചുറ്റും നോക്കി ദുർഗ. വരുണി? മുത്തശ്ശിയെ നോക്കി ചോദിച്ചപ്പോഴേക്കും രാധിക ദുർഗയെ മുറിയിലേക്ക് തള്ളി. ഡോറടിച്ചു പൂട്ടി കീ എടുത്ത് കയ്യിൽ പിടിച്ചു രാധിക. ഈ കീ ഇനിയിപ്പോ എന്റെ അടുത്തുണ്ടാവും. 4 ദിവസം പട്ടിണിക്കട്ടെ, സുഖിച്ച് ജീവിച്ചല്ലോ. ഇനി അവൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. ഈ രാധ അവൾക്ക് ശരിക്കും അറിയില്ല. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. മുത്തശ്ശി എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സായ അവസ്ഥയിൽ തിരിഞ്ഞു മുറിയിലേക്ക് ചെന്നു. ബെഡിൽ തളർച്ചയോടെ കിടക്കുന്ന വരുണിയെ നോക്കി. ഇരുകവളുകളും കല്ലിച്ച് കിടക്കുന്നുണ്ട്. ഓളെ വരുണി. മുത്തശ്ശിയുടെ വിളിയിൽ പതിയെ കണ്ണു തുറന്ന് വരുണി. മുത്തശ്ശി, എനിക്ക് വേദനിക്കണു മുത്തശ്ശി. മുത്തശ്ശിയെ നോക്കി പതിയെ പറഞ്ഞവൾ. ഈശ്വര, എന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് രക്ഷിക്കണേ ദൈവേ. വിങ്ങിപ്പൊട്ടി പ്രാർത്ഥിച്ചു അവർ. ദുർഗയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. ധ്രുവന്റെ മുഖം തന്നെ മുന്നിൽ മാറി മറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴും അവന്റെ നാവിൽ നിന്ന് വീണ വാക്കുകൾ അവളെ കുത്തി നോവിച്ചിരുന്നു. കളിയായിവള്, കളി, പഠിച്ച കളി. പൊട്ടിക്കരയുമ്പോഴും അവന്റെ വാക്കുകൾ കാതുകളിൽ അലയടിക്കും പോലെ തോന്നിയവൾക്ക്.
പെട്ടെന്ന് തന്നെ പൂട്ടിയിട്ട മുറിയുടെ ഡോറൊന്നും കണ്ണുകളൊന്നും ഇറുക്കി അടച്ചു തുറന്ന് മുന്നോട്ട് നോക്കിയവൾ. ഒരു പൂച്ചത്തോടെ നടന്നു വരുന്ന രവീന്ദ്രനെ കണ്ട് പേടിയോടെ ചുമരിലേക്ക് ചാരിയവൾ. ചുച്ചു എന്തു പറയാനാ ദുർഗ, നിന്റെ ഈ കോലം കണ്ടിട്ട് എനിക്ക് പോലും സഹിക്കുന്നില്ലല്ലോ. എന്ത് ചെയ്യാനാടി, നീ ആയിട്ട് ഓരോന്ന് ചെയ്യുന്ന അല്ലേ ദുർഗ? പറയുന്നതിനോടൊപ്പം രവീന്ദ്രൻ ദുർഗയുടെ അടുത്തേക്ക് കുനിഞ്ഞിരുന്നു. അപ്പോഴവന്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിലൂടെ ഓടി നടന്നു. അവന്റെ മുഖം അവളുടെ അടുത്തേക്ക് അടുത്തു വരും തോറും പേടിയോടെ അറപ്പോടെയും മുഖം തിരിച്ചവളും. അവളുടെ പ്രവൃത്തിയിൽ ദേഷ്യം നുരഞ്ഞു കയറിയ രവീന്ദ്രൻ അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് അവളുടെ മുഖം അവന്റെ മുഖത്തേക്ക് ചേർത്ത് നിർത്തി. എന്താടി നിനക്ക് എന്നെ കാണുമ്പോ ഇത്ര കറുപ്പ്? അധികം വൈകാതെ നിന്നെ പൂർണ്ണമായിട്ട് സ്വന്താക്കും ഞാൻ. നീ കാത്തിരുന്ന പറഞ്ഞുകൊണ്ടൊരു വഷളം ചിരിയോടെ അവളുടെ കവിളിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു. അവളുടെ കവിളിൽ അവന്റെ ചുണ്ടുകൾ സ്പർശിച്ചു. ദുർഗ ഇരുകണ്ണുകളും വലിച്ചടച്ചു. അവളുടെ മുഖത്ത് അവനുള്ള അറപ്പും ദേഷ്യവും പ്രകടമായിരുന്നു. എവിടുന്നോ കിട്ടിയ ചെറിയ ശക്തിയിൽ അവനെ തള്ളി പുറകിലേക്ക് നീക്കിയവൾ. ഇല്ലടി, അധികമൊന്നുമില്ല, കാത്തിരുന്നോ നീ. എന്റെ കൈകളിൽ കിടന്ന് പെടയാൻ പോകുന്നേ ഉള്ളൂ നീ, ദേഷ്യത്തോടെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അവൻ മുറി പൂട്ടി. മുത്തശ്ശി, അവര് ചേച്ചി പൂട്ടിയിട്ടിക്കുമല്ലേ, ഇനി ഇനി നമ്മൾ എന്ത് ചെയ്യും? അറിയില്ല മോളെ, ദൈവം മുകളിലിരുന്ന് എല്ലാം കാണുന്നുണ്ട്, അവനൊരു മാർഗം കാണാണ്ടിരിക്കില്ല, മുത്തശ്ശി തളർച്ചയോടെ പറഞ്ഞു. രാവിലെ ഉറക്കമണീറ്റതും ധ്രുവിന് തല പൊട്ടിപ്പൊളിയുന്ന വേദന തോന്നി. എന്തോ ഇന്നലെ രാത്രി അത്ര കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്തോ ഒന്ന് തന്നെ അലട്ടും പോലെ. പിന്നീട് ഒന്നും ചിന്തിക്കാതെ കുപ്പിയെടുത്തു മുടി കോർത്തു വലിച്ച് ഓർത്തു അവൻ. ശേഷം ബാത്ത് ടവറെടുത്ത് വാഷ്റൂമിലേക്കും പോയി. ഈ സമയം മഹാലക്ഷ്മിയും നന്ദിതയും താഴെ ഹാളിലേക്ക് കയറി വന്നു. ഇരുവരെയും കണ്ടതും ദേവും ആളും ഗോപുവും ഓടിച്ചെന്നു. വലിയമ്മേ, തങ്ങളെ വിളിച്ച് കണ്ണു നിറഞ്ഞു നിൽക്കുന്ന അവരെ കണ്ട് സംശയത്തോടെ നോക്കി അവർ. സുഭദ്രയെ നോക്കി ഇരുവരും. എന്തു പറയണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്നവരെ കണ്ട് മഹാലക്ഷ്മി സുഭദ്രയുടെ അടുത്തേക്ക് ചെന്നു. എന്താ എല്ലാവർക്കും പറ്റി? ഓ, അതൊക്കെ പറയണോ മഹാലക്ഷ്മി? പുറകിലെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയതും കണ്ടു പരവേശത്തോടെ വരുന്ന സേതുവിനെ. എന്നാലും എന്നെ മഹാലക്ഷ്മി, നിന്റെ ആ തലതെറിച്ച മോൻ കാണിച്ച് ചെയ്തിയേ. സേതു പറയുന്ന കേട്ട് അവരെ സംശയത്തോടെ നോക്കിയിരുന്നു മഹാലക്ഷ്മി. എന്താ ഉണ്ടായേ? സേതു എല്ലാ കാര്യങ്ങളും മഹാലക്ഷ്മിക്ക് മുമ്പിൽ പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് മഹാലക്ഷ്മിയുടെ മുഖത്തെ ഭാവങ്ങൾ മിന്നിമാഞ്ഞു. ദേഷ്യത്തോടെ മുകളിലേക്ക് കയറി ചെന്നു മഹാലക്ഷ്മി. ധ്രുവന്റെ മുറിയുടെ ഡോറിൽ ശക്തിയായി തട്ടിയതും നിമിഷ നേരം കൊണ്ട് ധ്രുവൻ ഡോറ് തുറന്നു. മുന്നിൽ നിൽക്കുന്ന തന്റെ അമ്മയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവൻ. പെട്ടെന്ന് അമ്മയുടെ കൈയൊന്ന് ഉയർന്നതാന്നു. ഒരു നിമിഷം വേണ്ടി വന്ന ധ്രുവന് തന്റെ അമ്മയുടെ കൈകൾ തന്റെ കവിളിൽ പതിഞ്ഞ് ഓർത്തെടുക്കാൻ. വിശ്വസിക്കാൻ കഴിയാതെ അവൻ മഹാലക്ഷ്മിയെ ഉറ്റുനോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനലിലെ എല്ലാ ചാനലുകളുടെയും കഥകളും എല്ലാ ചാനലിലെ കഥകളുടെയും ട്രെയിലറുകളും ലഭ്യമാക്കുന്ന രീതിയിൽ നമ്മുടെ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ നിന്ന് ഒഴിവാക്കിയ എല്ലാ കഥകളും, ചാനലിൽ അപ്ലോഡ് ചെയ്യാത്ത പല കഥകളും വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതോടൊപ്പം സ്പെഷ്യൽ ഫീച്ചറായിട്ട് ഷാഹുൽ ടോക്കുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് ലഭിക്കാൻ നിങ്ങൾ മാത്രം ചെയ്താൽ മതി. www.shahul.com അടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വെബ്സൈറ്റ് തന്നെയാണ് നമ്മുടെ വെബ്സൈറ്റ്. എല്ലാവരും വെബ്സൈറ്റ് സന്ദർശിക്കുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു.